ലോക ടെന്നീസ് വോളി മത്സരത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിൽ ഇടം നേടി ഉദുമ തെക്കേക്കരയിലെ ഇസ്മായിൽ ജില്ലയുടെ അഭിമാനമാകുന്നു. ആറംഗ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ 2 മലയാളികളിൽ ഒരാളാണ് കോട്ടിക്കുളം നൂറുൽ ഹുദ സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിയായ ഇസ്മായിൽ. കോട്ടിക്കുളം നൂറുൽ ഹുദ സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിയായ ഇസ്മായിൽ തെക്കേക്കര 8ാം ക്ലാസ് മുതലാണ് ടെന്നീസ് വോളിയുടെ കളത്തിലിറങ്ങിയത്. കുട്ടിക്കാലത്ത് ഫുട്ബോളും ക്രിക്കറ്റും മാത്രം ഇഷ്ടപ്പെട്ടിരുന്ന ഇസ്മായിലിനെ ടെന്നീസ് വോളിയുടെ ഉയരങ്ങൾ കീഴടക്കാൻ പ്രാപ്തനാക്കിയത് പരിശീലകനായ മനോജ് നീലേശ്വരമാണ്. ഇദ്ദേഹമാണ് ഇസ്മായിലിന്റെ കഴിവുകൾ കണ്ടെത്തിയതും പരിശീലിപ്പിച്ച് ഇന്ത്യൻ ടീമിലേക്ക് എത്തിച്ചതും. ജൂലൈ 15 മുതൽ 17 വരെ ഭൂട്ടാനിൽ വെച്ച് നടക്കുന്ന ടെന്നീസ് വോളി ലോക ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്ന ഇന്ത്യൻ ടീമിലെ 6 പേരിൽ ഒരാളാണിന്ന് ഈ മിടുക്കൻ. മഹാരാഷ്ട്രയിൽ നടന്ന 16ാമത് സീനിയർ ചാമ്പ്യൻഷിപ്പിലെ മികച്ച പ്രകടനമാണ് ഇസ്മായിലിനെ ഇന്ത്യൻ ടീമിലേക്ക് എത്തിച്ചത്. തെക്കേക്കരയിലെ ഷറഫുദ്ദീൻ ആരിഫ ദമ്പതികളുടെ 3 മക്കളിൽ മൂത്തവനായ ഇസ്മായിലിന് കുടുംബാംഗങ്ങൾ നൽകി വരുന്ന പിന്തുണയും പ്രോത്സാഹനവും വലിയ രീതിയിൽ കരുത്തു പകരുന്നുണ്ട്. ഇന്ത്യൻ ടീമിൽ ഇടം നേടാനായതിൽ വലിയ സന്തോഷമുണ്ടെന്നും ഭൂട്ടാനിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടുക എന്നതാണ് ഇപ്പോഴത്തെ സ്വപ്നമെന്നും കാസർഗോഡ് വിഷനോട് ഇസ്മായിൽ പറഞ്ഞു. എനിക്ക് ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഇത് പഠിപ്പിച്ചത് മനോജ് മാഷാണ്. ഇതിൻ്റെ സെക്രട്ടറിയും എല്ലാം മനോജ് മാഷാണ്. പിന്നെ ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡൽ വാങ്ങാനുള്ളതാണ് എൻ്റെ ഏക ആഗ്രഹം. വീട്ടുകാരും സുഹൃത്തുക്കളും ഫാമിലീസ് എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടീവാണ്. സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ടീവ് ഉണ്ട്. പരിശീലകനും സ്കൂളും കുടുംബവും നൽകുന്ന പ്രോത്സാഹനങ്ങളെക്കുറിച്ച് വാചാലനാകുന്ന ഇസ്മായിൽ അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് യാതൊരു സഹായവുമില്ലെന്ന് പറയുന്നത് നിരാശയോടെയാണ്. 2 തവണ കേരള ടീമിൽ ഇടം നേടിയിട്ടും ഇപ്പോൾ ഇന്ത്യൻ ടീമിലെത്തിയിട്ടും അസോസിയേഷനെ ഇങ്ങനെയൊരാളുണ്ടെന്ന ഭാവം പോലുമില്ലെന്ന ആക്ഷേപവും ഈ കുടുംബത്തിനുണ്ട്. മകൻ ഉന്നതിയിലേക്ക് എത്തുമ്പോഴും ഇതിന്റെ പേരിൽ കുടുംബത്തിന് വന്നുചേരുന്ന ബാധ്യതയും ചെറുതല്ല. ഭൂട്ടാനിലെ മത്സരത്തിൽ പങ്കെടുക്കാൻ മാത്രം $1,00,000 രൂപ യാത്രാ ചെലവ് വരും. ഇതിൽ 10,000 രൂപ സ്കൂൾ അധികൃതർ സ്വരൂപിച്ച് നൽകിയിട്ടുണ്ട്. ബാക്കി തുക കണ്ടെത്തുകയെന്നത് ഇതിനോടകം ഒരുപാട് ബാധ്യതകൾ വന്നുചേർന്ന കുടുംബത്തിന് വെല്ലുവിളിയാണ്. ന്യൂസ് ബ്യൂറോ, ഉദുമ.